See, what is the difference between normal anxiety and anxiety disorder? ഈ നോർമൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന നോർമൽ അല്ല, കുറച്ച് അബ്നോർമൽ ആയിട്ടുള്ള പരീക്ഷയിൽ തോക്കുക, നമ്മളെ കാറിന് എന്തെങ്കിലും പറ്റുക, അല്ലെങ്കിൽ നമ്മളെ പാർട്ട്ണർ ആയിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാവും, അപ്പോഴൊക്കെ തോന്നുന്നൊരു താൽക്കാലികമായിട്ടുള്ളൊരു പ്രതികരണമാണ് നോർമൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അത് വളരെ നോർമലാണ്, അത്യാവശ്യവുമാണ്. പക്ഷെ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് വ്യക്തമായൊരു കാരണമില്ലാതെ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തേക്കെങ്കിലും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ആങ്സൈറ്റി ഡിസോർഡർ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വളരെ വലുതാണ്. കാരണം നിങ്ങൾ എത്ര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലും, എത്ര നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും, ഈ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബോഡി അതൊരു കോൺസ്റ്റൻറ്റ് ഫൈറ്റ് മോഡിലാണ് അതുണ്ടാവുക. ഇറ്റ് കോസ് ലോഡ് ഓഫ് ഫിസിക്കൽ ഡാമേജ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ട്രീറ്റ് ഈ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന കാര്യത്തിന്.